ഹലോ ഗായ്സ്, അങ്ങനെ സാബു മോനും ശ്വേതാ മേനനും വീട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ബി ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായിട്ട് വന്ന രണ്ടുപേരാണ് ഇവർ. അപ്പോൾ ഇവരിവിടെ 2-3 ദിവസം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. സോ അവർ ഇന്നത്തെ എപ്പിസോഡിൽ പുറത്ത് പോവുകയാണ്. എന്തായാലും അവർ പോയാൽ മതിയാവും, കാരണം അവർ ഗസ്റ്റ് ആണല്ലോ. സോ എന്തായാലും ഭയങ്കര, നമ്മളിപ്പോൾ സാബു മോനും ശ്വേതാ മേനനും വരണോ എന്ന് കേട്ടപ്പോൾ ഭയങ്കര വലിയൊരു ഓളം അവർ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇല്ല, എങ്കിലും കുഴപ്പമില്ല. അതായത് ഇത്രയും നാൾ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഓളം, ഒരു ചെറിയൊരു ഓളം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ ഇവർ വന്നിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ടുണ്ട്. പിന്നെ ഇവർക്കൊരു ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ അതൊക്കെ എല്ലാവരും അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ വട്ടം കൂടി അവരുടെ സ്നേഹപ്രകടനമാണ്. അപ്പോൾ ശ്വേതയാണെങ്കിൽ വന്ന സമയത്തെ പലരുടെയും ചില ടിപ്സുകളും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല പ്ലെയേഴ്സാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കറിയാമല്ലോ ഇപ്പോൾ അവിടെ ആര് കളിക്കുന്നു ആര് കളിക്കുന്നില്ല എന്ന് പ്രേക്ഷകരായ നമുക്കറിയാം. പക്ഷേ ഈ ഗസ്റ്റിനകത്ത് വന്നിട്ട് ഇന്നയാൾ കളിക്കൂല ഇന്നയാൾ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് പൊക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ആരൊക്കെയാണ് അവിടെ കളിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന ഉടനെ അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ്റെ ഇടയ്ക്ക് ആയാലും ജിൻഡോയുടെ ഇടയ്ക്കായാലും ഇപ്പോൾ ഓരോരുത്തരുടെയും അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് അവരെ വിളിച്ചിരുത്തി അവർ ചെയ്ത കുറ്റങ്ങൾ പറയുന്നുണ്ട്. അവർ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, അഭിഷേക് ഒന്നും ചെയ്യുന്നില്ല, പവർ ടീം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വീട് വെച്ച് ഇത് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ഇവിടെ നിന്ന് പോവുകയാണ്. പോയപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഡയമണ്ട് ഇവരിവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. സോ അതെവിടെയെന്ന് ഇനി ഇവർ ബാക്കിയുള്ളവർ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാനലൊന്ന് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും.